ആദ്യമായിട്ട് സമഗ്ര എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ കൈറ്റിൻ്റെ സിമ്പലോട് കൂടിയ samaggra.kite.kerala.gov വരും. അതിൽ ലോഗിൻ കൊടുക്കുക. മുകൾ ഭാഗത്തായിട്ട് ലോഗിൻ ഉണ്ട്. അതിൽ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ചയും ശ്രദ്ധിച്ച് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ വരുന്നത് സമഗ്ര പ്ലസിൻ്റെ വിൻഡോ ആണ്. ഇതിനകത്ത് ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്ത് ഞാൻ മീഡിയം ഏതാണോ അത് സെലക്ട് ചെയ്യണം. വലതുവശത്ത് മലയാളം മീഡിയം 8ാം ക്ലാസ് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് മാത്സ്, ചാപ്റ്റർ വർഗസമവാക്യങ്ങൾ. അതിനുശേഷം പ്ലാൻ ടൈപ്പ് ഇവിടെ ക്രിയേറ്റ് യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ് അതെടുക്കുക. ഇതിനകത്ത് 2 സംഖ്യകളുടെ തുകയുടെ വർഗം, സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ അവയുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങിൻ്റെ തുകയാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അതിനുശേഷം ഡിവിഷൻ കൊടുക്കുക. 8A മലയാളം മീഡിയം. അതിനുശേഷം ക്ലാസ്, ഡേറ്റ്, നാളത്തെ ഡേറ്റ് 22/6/2026. അതിനുശേഷം പ്രയോറിറ്റി നമ്പർ 1, മൈക്രോ പ്ലാൻ നെയിം, അത് ഒരു പേര് കൊടുക്കുക. ഈ ചാപ്റ്ററിന് സ്ക്വയർ ഓഫ് A+B. അതിനുശേഷം ആക്ടിവിറ്റി സ്റ്റെപ്സ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഉണ്ടെങ്കിൽ ആ പേജ് നമ്പർ എന്ത് വെച്ചിട്ടാണ് നമ്മളത് യൂസിങ് ഡയഗ്രാം നമ്മൾ എങ്ങനെയാണോ ഇത് ആക്ടിവിറ്റി ചെയ്യുന്നത് ആ രീതിയിലൊക്കെ നമ്മളിത് എഴുതി വെക്കുക അവിടെ. അതിനുശേഷം റിസോഴ്സസ് ആയിട്ട് തന്നെ ആഡ് റിസോഴ്സ് ഫ്രം റൈറ്റ് പാനൽ പറയുന്നുണ്ട്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതെല്ലാം അവിടെ വരും. അതുപോലെ തന്നെ ഇതും ക്ലിക്ക് ചെയ്യാം. നമുക്കിത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആ കണ്ണ് എന്ന് പറയുന്ന ആ ഭാഗത്ത് വ്യൂ ഞെക്കുവാണെങ്കിൽ അത് കാണാനും പറ്റും. സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കാണുന്നത് എങ്ങനെ? ഓക്കെ, ഇനി അതർ റിസോഴ്സസ് ഉണ്ട്. ഈ അതർ റിസോഴ്സിനകത്ത് നമുക്ക് ചാർട്ട്, മോഡൽസ്, കാർഡ്, ലോ കോസ്റ്റ് ടീച്ചർ മെറ്റീരിയൽസ് ഇതെല്ലാം ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഐഡിയാസ്. ഇതിനകത്ത് ഉപയോഗിച്ച ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ A+B² ആ സമവാക്യം തന്നെയാണ്. അപ്പം A+B² നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതിന് അസസ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അസസ്മെൻറ്റ് നടക്കുന്നത്? ടെസ്റ്റ് പേപ്പറും അതുപോലെ തന്നെ വൈവായും അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ റെഫറൻസ് URL നമ്മൾ ഏതെങ്കിലും ഇപ്പം ഈ A+B² ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ഒരു URL ഉണ്ടെന്ന് വെച്ചോ. അപ്പം ആ ഒരു URLും കൂടെ നമുക്കിതിനകത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഓക്കെ, ഈ ഒരു പേജ് വെബ് പേജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വെബ് പേജിൻ്റെ ലിങ്ക് മുകളിലുണ്ടാവും. ആ ലിങ്ക് കോപ്പി ചെയ്യുക. Ctrl+C അടിച്ചാൽ വേഗം കോപ്പിയാവും. അതിനുശേഷം സമഗ്രയിലേക്ക് പോവുക. അവിടെ ഈ റെഫറൻസ് URL എന്നുള്ളിടത്ത് പേസ്റ്റ്, Ctrl+V അടിച്ചാൽ പേസ്റ്റ് ആവും. അതിനുശേഷം എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി, അവിടെ നമുക്ക് ഡു മോർ പ്രോബ്ലംസ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സേവ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ വരും. ഇതിനകത്ത് നമുക്ക് സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കാവുന്നതാണ്. സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുത്താൽ ഇത് HMന് അപ്രൂവ് ചെയ്യാൻ സാധിക്കും. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദ മൈക്രോ പ്ലാൻ അപ്രൂവൽ? ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി യൂസ് ദിസ്, ഇത് തന്നെ നമുക്ക് മറ്റൊരു ക്ലാസ്സിലും അപ്ലൈ ചെയ്യാം. യൂസ് ദിസ് ടീച്ചിങ് മാനുവൽ ഫോർ അനദർ ഡിവിഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ മാറ്റം വരുത്തണം. ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ.
താങ്ക് യു.